രാവിലെ എന്താ പതിവില്ലാതെ പ്രാർത്ഥനയൊക്കെ? ഇതെങ്ങോട്ടാ രാവിലെ? പ്രകാശ്, ഇതെങ്ങോട്ടാ ഇത്ര തിരക്കിട്ട്? എനിക്ക് അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോകാനുണ്ട്. എന്നാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെക്കാം. വേണ്ട വേണ്ട. അയ്യോ, നല്ല ദോശ ചമ്മന്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? പിന്നെ ആർക്ക് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയത്? ഒരു മിനിറ്റ് ഇതായിരുന്നു. ചാക്കോച്ചനല്ലേ അത്? സത്യം പറ, നിങ്ങൾ രണ്ടും കൂടെ എവിടെയാ പോകുന്നത്? സത്യം പറഞ്ഞേക്കാം, ഞങ്ങളൊരു കല്യാണത്തിന് പോവാ. അയ്യേ, കല്യാണത്തിന് ഈ വേഷത്തിലാ പോകുന്നത്? നാലാള് കൂടുന്നിടത്ത് ഞാൻ ജുബയുമുണ്ട്. പെണ്ണും കെട്ടി തന്തയാവാറായി, ഇനി ആര് കാണാനാ മോളെ? പ്രകാശ്, മറ്റുള്ളവരുടെ കല്യാണത്തിന് നിങ്ങൾക്ക് എന്താ അത്ര തിരക്ക്? മുഹൂർത്തം തെറ്റുന്നതിന് മുമ്പ് എനിക്ക് എവിടെ എത്തണം? പ്രകാശ് നിക്ക്, ഒരു കാര്യം പറയട്ടെ. നീ എന്തിനാ എന്റെ പുറകെ കിടന്ന് ഓടുന്നത്? നിന്നോട് ഡോക്ടർ റെസ്റ്റ് ചെയ്യണമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അതുകൊണ്ടല്ലേ വീട്ടു ജോലികളൊന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞ് നമ്മളോട് ജോലിക്ക് ആളെ നിർത്തിയിരിക്കുന്നത്. അതിനിപ്പോ ഇവിടെ എന്ത് സംഭവിച്ചു? അതല്ല മോളെ, നമ്മുടെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചല്ലോ. നീ റെസ്റ്റ് എടുക്ക. ശരീരം ഇണങ്ങുന്ന പണിയൊന്നും ചെയ്തൂടാ. വിട്ടോ. ഈ നേരം വരെ എവിടെയായിരുന്നു നീ? ഡ്രസ്സല്ലേ അവിടെ? ആദ്യം ഭസ്മം തുടങ്ങും. എന്റെ ഷർട്ട് അവിടെ. ഒന്ന് നേരെ നോക്കി ഓടിക്കോ. പെട്ടെന്ന് വിട്. പെട്ടെന്ന് വിട്ട് വല്ലവരും നെഞ്ചത്ത് വണ്ടി കയറിയാ ഞാൻ ജയിലിൽ പോണ്ടേ? മുഹൂർത്തം തെറ്റും. നിങ്ങളൊന്ന് നേരെ നോക്കി വണ്ടി ഓടിക്കും. പെട്ടെന്നാവട്ടെ. വേണമെങ്കിൽ ഡ്രസ് മാറരുത്, എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത്. ഓരോന്ന് വരുത്തി വയ്ക്കുകയും ചെയ്യും, ബാക്കിയുള്ളവരൊന്ന് ചാവുകയും വേണം. നിങ്ങൾ പാചകം പെട്ടെന്ന് പെട്ടെന്ന് വേഗം വിടല്ലേ ചാക്കോച്ച. രാത്രി അടുത്ത് അവിടെ പോയി കാണും. ഒന്ന് വേറെ മാപ്പിളെ. മാലയുടെ മാല. അയ്യോ, മാല എന്റെ കയ്യിലുണ്ട്. താലിയുടെ താലി ഞാൻ തിന്നു. നീ ബട്ടൺ നിന്നിട്ട് ഒന്ന് വേഗം നടക്കണോ? എനിക്ക് ഇങ്ങനെ നടക്കാനേ പറ്റൂ. നീ പോയി കെട്ട്. ചൂടാവാതെ എപ്പോഴും നടക്ക്. മൂർത്തി. അപ്പൊ നിനക്ക് മൂത്ര ഒഴിച്ചിട്ട് വരായിരുന്നില്ലേ? അതല്ല മൂർത്തി. മൂർത്തിയാ? ഹലോ പ്രകാശ്, ഇങ്ങോട്ട് അമ്പലത്തിലേക്കാ? അല്ല, മാർക്കറ്റിലേക്ക്. ഇത്തിരി മീൻ മേടിക്കാൻ നീ വരുന്ന? അല്ല, കയ്യില് മാലയൊക്കെ ആയിട്ട്. ഒരാള് ചത്തു, അടിയന്തരാണ് അയാളുടെ. എന്തോരം കാര്യങ്ങൾ അന്വേഷിക്കണം. എനിക്ക് ഈ മൂർത്തി, ഞങ്ങളുടെ ഫ്രണ്ടിന്റെ മാരേജ് ഉണ്ട്. അപ്പൊ ആരും ഇല്ലാത്തതായതുകൊണ്ട് ഞങ്ങളാണ് നടത്തി കൊടുക്കുന്നത്. അത് പറഞ്ഞാ പോരാ, ഞാനും വരില്ല, ഞങ്ങൾ എല്ലാവരും കൂടെ. കാണുന്ന ആൾക്കാരുടെ കല്യാണം നടത്തിയുള്ള നിങ്ങളുടെ പണി. വൈകുന്നേരം മസ്കറ്റ് ഹോട്ടലിൽ പാർട്ടി ഉണ്ട്, അവിടെ ഒന്ന് വയറ് നിറച്ചിട്ട് ഞാൻ അടിക്കാം. മോളെ അച്ഛൻ ഇത്തിരി ബുദ്ധി പറഞ്ഞു കൊടുത്തേ. ഒന്ന് വേഗം പാടോ. താൻ എങ്ങോട്ടേക്കാ? ഇതിന്റെ ഉള്ളിലേക്ക്. ഇത് അമ്പലം, ക്രിസ്ത്യാനികൾ കയറാൻ പാടില്ല. കേറി എന്താ ഉണ്ടാവുക? കേറി ഹിന്ദുക്കൾ തന്നെ തല്ലിക്കൊല്ലും. താലിയുടെ താലി എന്റെ ഇല്ലേ? ഞാൻ നേരത്തെ അവിടെ തന്നില്ലേ? എന്റെ ഇല്ല. എന്റെ ഇല്ല, ഞാൻ അങ്ങോട്ട് തന്നു. അതല്ലേ താലി. താലിവിടെ നിൽക്ക്. മാറിയാ കൊച്ചാ.
എന്തൊരു സന്തോഷത്തോടു കൂടിയാ ആ ബോധമില്ലാത്തവൻ പോണേ. ഇത് എങ്ങനെ അവൻ രണ്ടെണ്ണത്തിന് മാനേജ് ചെയ്യും? ഇതൊരു അടിപൊളി നടക്കും, ഉറപ്പാ. പ്രകാശ്, പ്രകാശ്, പ്ലീസ് ഹെൽപ്പ് മീ. കം ഹിയർ പ്രകാശ്, പ്ലീസ് ഹെൽപ്പ് മീ പ്രകാശ്. എന്ത് പറ്റിയാ കൊച്ചാ? വാ. ഇതെന്ത് പറ്റി? എന്ത് പറ്റിയെന്നോ? പറ്റിയത് എനിക്കല്ല, നിനക്കാ. നീയല്ലേ പറ്റിച്ചത്? എന്തിന്റെ പുറപ്പാടത്? നീ ചളവാക്കരുത്. സോറി സിസ്റ്റർ, ഞാൻ സിസ്റ്ററിനെ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി വന്നതാ. വെള്ളം വെള്ളം. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. സിസ്റ്ററിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് എന്റെ മനസ്സിൽ ഭാരം ഇറക്കാൻ വേണ്ടി വന്നതാ. ചാക്കോച്ചൻ എന്ത് പറ്റി? പ്രകാശേ, സുമിത്രയെ പോലുള്ള ഭാര്യയോട് എല്ലാം തുറന്നു പറഞ്ഞ് നിന്റെ മനസ്സിന്റെ ഭാരം ഇറക്കുന്നതാണോ നല്ലത്? എന്ത് പറ്റി? ചാക്കോച്ചൻ വെള്ളം അടിച്ച പിന്നെ എങ്ങനെയാ? സുമിത്ര പൊക്കോ. കൃഷ്ണ. കൃഷ്ണയോ? കൃഷ്ണകുമാർ, ഹൗസ് ഓണർ കൃഷ്ണകുമാർ. ഇവർ തമ്മിൽ കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പൊ എങ്ങനെ ഉണ്ടത്? ആ കാര്യങ്ങളൊക്കെ ഞാൻ തീർത്തു. ഇത് അതല്ല, ഇത് ഇന്നലത്തെ കൃഷ്ണ. ഓ, കൃഷ്ണചന്ദ്രൻ, ദൂരദർശനിലെ കൃഷ്ണചന്ദ്രൻ. അവനെന്ത് പറ്റി? അയാള് പെട്ടെന്ന് ചത്തുപോയിടാ. ഇന്നലെ കല്യാണം കഴിച്ച കൃഷ്ണ. നിന്റെ കൂടെ എന്റെ കൂടെ ഉണ്ടായിരുന്ന കൃഷ്ണ. ഒരാൾക്ക് രണ്ട് ഭാര്യമാരോ? ദൈവം പൊറുക്ക പോകളെ. ഞാൻ പോവാം, ഞാൻ പോവാം, ഞാൻ പോവാൻ തന്നെ വന്നത്. ഞാൻ ഈ ലോകത്ത് പോവാനാണ് വന്നത്. സിസ്റ്റർ, ഞാൻ തെറ്റ് ചെയ്തു. ഞാൻ ഈ നിൽക്കുന്ന പ്രകാശ് എല്ലാം മറച്ചു വെച്ചെന്ന് എനിക്ക് മനസ്സിലായി. സിസ്റ്ററിന് കേൾക്കണോ? ഇന്നലെ കാലത്ത് 8 മണിക്ക് അമ്പലത്തിൽ വെച്ച് കൃഷ്ണയും വിവാഹിതരായി. എനിക്ക് സമാധാനായി. ഞാൻ പോവാണ്. നീ വരുന്നുണ്ടോ എന്റെ കൂടെ? വരുന്നുണ്ടോ? കാര്യം തല്ലി ഓടിക്കും. സിസ്റ്ററേ, അങ്ങനെ വിവാഹം കഴിയൂ. ഇനി ഞാൻ പോവാം. ഞാൻ വരൂട്ടെ 2 അടിച്ചിട്ട്. എന്താ പ്രകാശ് സംഭവിച്ചത്? ഇന്നലെ രണ്ടുപേരും കൂടി ഇവിടുന്ന് പോയപ്പോഴേ എനിക്ക് തോന്നി. ആഴ്ചകളും മാസങ്ങളും ജോലി ചെയ്ത് മടങ്ങിയെത്തുന്ന ചാക്കോച്ചനെ കാത്തിരിക്കുന്ന അയാളുടെ ഭാര്യ ഫാമിലി ലൈഫ് സാറ്റിസ്ഫൈഡ് അല്ല. ഇന്നലെ ചാക്കോച്ചൻ മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ നിർബന്ധിതനായി. ഈ വിവരം നിന്നോട് പറയരുതെന്ന് ചാക്കോച്ചന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പോയപ്പോ നിന്നോടൊന്നും പറയാതിരുന്നത്. പാവം, മദ്യത്തിന് അടിമയാവാതിരുന്നാ മതിയായിരുന്നു. കഷ്ടമുണ്ടല്ലേ? വാ, വരൂ. ചെല്ലേ. സിസ്റ്റർ. ഹായ് പ്രകാശ്. അയ്യോ, എപ്പോ വന്നു? ഇപ്പൊ എങ്ങനെ അറിയാം ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന്? ഞാൻ വേറെ ആവശ്യം വേണ്ടി വന്നതാ. അപ്പോഴാണ് നീ ചെക്കപ്പിന് വന്നെന്ന്. കഴിഞ്ഞോ? ഡോക്ടർ എന്ത് പറഞ്ഞു? ഒന്നും പേടിക്കാനില്ലെന്ന് പറഞ്ഞു. ഓ. വരുന്നില്ലേ? ഇല്ല, കൃഷ്ണ പോക്കോളൂ. എനിക്ക് ഡോക്ടറെ കണ്ടിട്ട് അത്യാവശ്യ കാര്യമുണ്ട്. ആ, വരൂ വരൂ. സിസ്റ്റർ, ദിസ് ഈസ് മൈ ഹസ്ബൻഡ് മിസ്റ്റർ പ്രകാശ്. ഹലോ, ഞാൻ കൊണ്ട് വിട്ടിട്ട് വരാം. എന്റെ വർക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോയിരുന്നു. സാരമില്ല, ഞാൻ ഓട്ടോയിൽ പോയിക്കോളാം. ബൈ. ദൈവമേ, എന്തു പറഞ്ഞു ഡോക്ടർ? അടുത്ത 20th വീണ്ടും വരാൻ പറഞ്ഞു. പോവാം. എന്താ പറ്റി? ഞാൻ എന്റെ ബാഗ് മറന്നു. പോട്ടെ. പോയോ? ആരാ? എന്റെ കൂടെ ദൂരദർശനിൽ വർക്ക് ചെയ്യുന്ന മഹാകത്തിയ നിന്ന കൊന്നുകളയും. ഒരു മിനിറ്റ്. സോറി സിസ്റ്റർ, പരിചയപ്പെടുത്താൻ മറന്നു. ഇതെന്റെ ഹസ്ബൻഡ് പ്രകാശ്. നിങ്ങളുടെ ഹസ്ബൻഡോ? അപ്പൊ മറ്റേ സ്ത്രീ? മറ്റേ സ്ത്രീയോ? ഒരു മിനിറ്റേ. എന്റെ പൊന്നെ, ആ സിസ്റ്ററോട് സംസാരിച്ചാൽ ആ കുഴപ്പാ. അതെന്താ? നിനക്കറിയില്ലേ, അവർക്ക് സ്വബോധമില്ല. ആണോ? പിന്നല്ലാതെ ഇവരെന്തെല്ലാം കള്ളമാണ് പറയുന്നറിയോ? കാണുമ്പോഴും സംസാരിക്കുമ്പോഴും നോർമൽ ആണെന്നേ തോന്നുന്നു. പ്രകാശിന് എങ്ങനെ അറിയാം? അന്ന് ഞാനൊരു പ്രോഗ്രാം ചെയ്തില്ലേ ഡ്രഗ് അഡിക്സിനെ പറ്റി. ഉം. അന്ന് ഞാൻ ഇവരെ രഹസ്യമായിട്ട് ഇന്റർവ്യൂ ചെയ്തു. ചാക്കോച്ചനായിരുന്നു എന്റെ കൂടെ. ചാക്കോച്ചനെ കണ്ടപ്പോ ഇവർക്ക് കെട്ടിയേ തീരൂ. ഊരി പോരാൻ പറ്റ പാടെ. അയ്യോ പാവം. ഇപ്പൊ പറയുന്നത് എന്താണെന്നറിയോ? ഇവർക്ക് ഡോക്ടർ മേമനെ കെട്ടണമെന്ന്. ഇതൊരു മുസ്ലിം സബ്ജക്റ്റാ. ഒരു ചേഞ്ച്.
കല്ലായിലെ മരവ്യാപാരിയായ അവറാൻ ഹാജി. ഹാജിയാർക്ക് 3 ഭാര്യമാർ. 3 ഭാര്യമാര്. അതെ, ഈ 3 ഭാര്യമാരിലായി 4 ആൺമക്കൾ. ആദ്യ ഭാര്യയിൽ ഇരട്ടവറ്റ 2 ആൺമക്കൾ ഹസൻ റഷീദ്, രണ്ടാമത്തേതിൽ ഹനീഫ്, മൂന്നാമത്തേതിൽ അസീസ്. അവറാൻ ഹാജിക്ക് വയസ്സായി. തന്റെ ബിസിനസ് കാര്യങ്ങൾ ആദ്യ ഭാര്യയിലെ മൂത്ത മകനായ ഹസനെ ഏൽപ്പിക്കാൻ തീരുമാനിക്കുന്നു. ഹസൻ കൂപ്പിലേക്ക് പോകാൻ തയ്യാറാവുമ്പോൾ രണ്ടാമത്തെ ഭാര്യ സുഹറാബി വരുന്നു. പ്രശ്നമുണ്ടാവുന്നു. എന്ത് പ്രശ്നം? പറയാം. അതാണ് കഥയുടെ മെയിൻ ത്രെഡ്. പണ്ട് ഹാജിയാരും രണ്ടാമത്തെ ഭാര്യയും കൂപ്പിൽ നിന്നും ജീപ്പിലേറി താമരശ്ശേരി ചുരമിറങ്ങി നാട്ടിലേക്ക് വരികയായിരുന്നു. ആ സമയത്ത് ജീപ്പിന്റെ ടയറിൽ ഒരു മുള്ളുകൊണ്ട് സൈഡിൽ ഒരു ദ്വാരം വന്നു. വണ്ടി ഒന്ന് പാളി. ഭാര്യയുടെ അവസരോചിതമായ ഇടപെടൽ മൂലം വലിയൊരാപത്തിൽ നിന്ന് ഹാജിയാർ രക്ഷപ്പെട്ടു. എങ്ങനെ? കൈയിന്റെ ചൂണ്ടുവിരലുകൊണ്ട് ടയറിന്റെ ദ്വാരം പൊത്തിപ്പിടിച്ച് വണ്ടി വീല് കറങ്ങണതിനനുസരിച്ച് തിരിച്ച് ആ സ്ത്രീ ചുരയിറക്കി. ഹാജിയാർ രക്ഷപ്പെട്ടു. അന്ന് ഹാജിയാർ അവർക്ക് ഒരു വരം കൊടുത്തു. വരോ? അതെ, അതായത് വാക്ക്. എന്നാ വാക്ക് എന്താന്ന് ഞാൻ പറയട്ടെ. എന്നാ പറയട്ടെ. പറയുന്നു. ഹസനെയും റഷീദിനെയും കാട്ടിലേക്ക് അയക്കാനും അനീഫയെ വീട്ടുപരണ ഏൽപ്പിക്കാനും. എടോ, രാമായണം കട്ട് കള്ളക്കഥ ഉണ്ടാക്കണേക്കാളും വേണം തനിക്ക് തൂങ്ങി ചത്തുറോ കാഞ്ഞിര കുറ്റി. പിന്നെ ഞാൻ കുറെ ഇനി എന്ത് കഥ ഉണ്ടെങ്കിലും നിങ്ങളോട് മാത്രല്ല അത് കേട്ട നിങ്ങൾ അതും കെട്ടാന്ന് ഞാൻ ഒന്ന് കൊടുക്കട്ടെ. കാരണം അത് കേൾക്കുമ്പോഴേ ഒരു ഇംഗ്ലീഷ് നോവലിന്റെ ചെറിയൊരു ടച്ച് തോന്നും. വേറൊന്നല്ല, വെറും 300 രൂപയ്ക്കും വേണ്ടി തമ്മിൽ ഒറ്റിക്കൊടുത്ത് ഒരു ക്രിസ്ത്യൻ വിപ്ലവകാരനെ കുരിശിലേറ്റ് കൊന്ന കഥ. കർത്താവേ, കളിച്ച് ക്രിസ്ത്യാനികളെ തൊട്ട് കളിക്കാൻ എന്റെ ശരീരം തൊട്ട് കളിക്കരുത്. ഹിന്ദു ക്രിസ്ത്യാനോ മുസ്ലിമോ ആരായി? ഞാൻ എന്റെ ഭാവന നിർത്തി. എന്റെ ഭാവന ബൈബിൾ കട്ടെഴുതി, രാമായണം കട്ടെഴുതി, ഇനി വരെ എന്നാണ് ഖുർആൻ കട്ടെഴുത കള്ളൻ. ഇയാൾ എന്തായി കാണിക്കണേ? ഇതൊന്ന് തുറക്കാന്. അത് തുറക്കാനാണ് എങ്ങടാ? പിന്നെ ഈ കോപ്പ് എന്തിനാ? ഇയാൾ എന്താ കൊരങ്ങച്ചനാ? കുടി. അതും കൂടി ഇങ്ങോട്ട്. അല്ല, ഈ പോലീസുകാരുടെ കയ്യിൽ നിന്ന് തനിക്ക് സമ്മാനം ഒന്നും കിട്ടിയില്ല എന്ന് എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. ഈ സാഹിത്യകാരന്മാരോടും കലാകാരന്മാരോടും പോലീസുകാർക്ക് മമത കുറച്ച് കൂടുന്നുള്ള അറിയില്ലേ? കാരണം അവരുടെ ഇടയിൽ ഉത്തരക്കാർ കൂടുതലില്ലേ? ഉവ്വ്, ഇടിയൻ വേലായുധൻ, മിന്നൽ മാത്യു, ഇവരൊക്കെ പേര് കേട്ട കലാകാരന്മാരാണല്ലോ. ഒന്ന് പോടോ കാഞ്ഞിരം കുറ്റി. ദയ്യാക്ക് 2 പെക്കി കൂടുതൽ കൊടുക്കരുത് കേട്ടോ, ആകെ ചെളിയേക്കും. നിങ്ങൾ എന്താണ് എന്നോട് ഇങ്ങനെ നികൃഷ്ടമായി പെരുമാറുന്നത്? ഒന്നുമില്ലെങ്കിൽ ഞാനൊരു സാഹിത്യകാരനല്ലേ, ആ ഒരു മതിപ്പെങ്കിലും എനിക്ക് തരണ്ടേ? ശരി, പോട്ടെ. പ്രകാശ്, ഈ അടുത്ത കാലത്ത് എനിക്കുണ്ടായിട്ടുള്ളതായ നീറുന്ന ചില ജീവിതാനുഭവങ്ങൾ വെച്ചുകൊണ്ട് ഞാനൊരു കഥ തയ്യാറാക്കിയിട്ടുണ്ട്. അതൊന്ന് കേൾക്കണം. കാഞ്ഞിരക്കുറ്റി, തന്റെ കുഞ്ഞിക്കഴുത്ത് പിടിച്ച് തിരിച്ചാലുണ്ടല്ലോ പീന്നൊരു ശബ്ദം കേൾക്കും. മര്യാദയ്ക്ക് അവിടെ ഇരുന്നോ. എന്നാ ഞാൻ ഒരു കവിത പാടട്ടെ. എങ്കിൽ തന്നെ ഞാൻ ഈ ടെറസിന്റെ മുകളിൽ താഴ്ത്തിക്കിടും. ഹലോ, സുമിത്രയാ? വരുന്നു. ചകുച, സുമിത്രയാ. അമ്മായിയപ്പൻ പുരുഷോത്തമ്പിള്ള MP വന്നിരിക്കുന്നു. ഞാനങ്ങോട്ട് ചെല്ലട്ടെ. നാളെ കാണാം. അപ്പോഴേ ഒരു 50 രൂപീസ് വന്നിട്ട് പോണം. തനിക്കിങ്ങനെ ഇറക്കാൻ നാണക്കേടൊന്നുമില്ലടോ. നാണക്കേട് നീ ചോദിക്കോ? കൊടുക്കടാ. സാഹിത്യകാരന്മാർക്ക് ഇന്ന ആളോട് വാങ്ങരുതെന്നൊന്നുമില്ല. എന്താ ചാക്കോച്ച, ഒരു പെക്കൂടെ ഒഴിച്ചാട്ടെ? അയ്യടാ, വേണമെങ്കിൽ ഒഴിച്ച് കുടിക്കടോ. എന്നെ നീ മനഃപൂർവ്വം ഒഴിവാക്കിയതാണല്ലേ? അതെന്നാ പറച്ചില്ല. ഇപ്പൊ എനിക്ക് മനസ്സിലായി, ആ വർമ്മയുടെ പ്രോഗ്രാമിന് നീ എന്നെ ഒഴിവാക്കിയതാണെന്ന്. എനിക്കറിയാം മോനെ, ഞാനും കൂടി ഉണ്ടെങ്കിൽ നിന്റെ ചുറ്റിക്കളിയൊന്നും നടക്കില്ലല്ലോ. ഇപ്പൊ സമയം തീരെയില്ല, തിരിച്ചു വന്നിട്ട് നമുക്ക് വിശദമായിട്ട് സംസാരിക്കാം. അല്ല, ഈ പോക്ക് പോവാണെങ്കിൽ തിരിച്ചു വന്ന് സംസാരിക്കാൻ നീ ഉണ്ടാവില്ല കേട്ടോ. ഒരു നല്ല കാര്യത്തിൽ ഇറങ്ങുമ്പോൾ അനുഗ്രഹിച്ചു വിടുന്നത് ചാക്കോച്ച. പാല് കൊടുത്ത കൈക്ക് കടിക്കരുതാ മോനെ. പിന്നെ താനിക്കെന്താ പാല് വന്നിരിക്കുന്നത്? ഇങ്ങോട്ട് പാട് മാപ്പിളെ. അയ്യോ, എനിക്ക് തെറ്റിതാ. നിനക്ക് പാലല്ല തന്നത്, ബ്രാൻഡിയാ. ശരിയണ്ടാ. എക്സ്ക്യൂസ് മീ, ഒരു മിസ്സസ് പ്രകാശ് ഏത് റൂമിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്? സാറാരെ ചോദിച്ചേ? അല്ല, ഒരു മിസ്സസ് പ്രകാശിനെ എവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന അറിയോ? മിസ്സസ് പ്രകാശ്. താനൊന്ന് ഓപ്പിക്കൊണ്ട് സാറേ. എന്താ വേണ്ടത്? ഒരു മിസ്സസ് പ്രകാശിനെ എവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്? മിസ്സസ് പ്രകാശ്. താൻ വരെ പോയില്ലേ? ഒരു അത്യാവശ്യ കാര്യം പറഞ്ഞേപ്പിച്ചാ പിന്നെ എന്താ വേണ്ടത്? ഇത് ആരെങ്കിലും ഒന്ന് പറയേ. എത്ര ഡെലിവറിക്ക് അഡ്മിറ്റ് ചെയ്ത് മിസ്സസ് പ്രകാശ് ഏത് റൂമിലാണ്? മിസ്സസ് പ്രകാശ് 309. താങ്ക് യു. ഒന്ന് മാറിക്കേ. അത്യാവശ്യമുള്ള ആളല്ലേ. ഞാൻ
എടുത്ത് കൃഷ്ണ പ്രകാശ് ഡോക്ടർ വന്നിരുന്നോ? ഉം. ഇപ്പൊ വിഷമമൊന്നുമില്ലല്ലോ? ഇല്ല. ഡോണ്ട് വറി. സാറേ, സാറല്ലേ മിസ്സസ് പ്രകാശിനെ അന്വേഷിച്ചത്? അതെ, ഇതാണല്ലോ മിസ്സസ് അവിടെ പ്രകാശ്. അവിടെ എന്താണ് കാര്യം? സാറല്ലേ മിസ്സസ് പ്രകാശിനെ അന്വേഷിച്ചത്? അവരെ താഴെ കൗണ്ടറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ അമ്മേ, അവളും വന്നോ? അപ്പൊ ഇതാരാ സാറേ? അതൊക്കെ ഉണ്ട്, താൻ പോ. അവര് കൃഷ്ണ, ഒരു മിനിറ്റ് ഇതാ വരുന്നേ. എവിടെ പോകുന്നു? ഡോക്ടർ കാണാം. ഓ, കുരിശ്. സുമി, എവിടെയായിരുന്നു? ഞാൻ എത്ര പ്രാവശ്യം ഫോണിൽ ട്രൈ ചെയ്തു. ഞാൻ ഓഫീസിൽ തന്നെ ഉണ്ടായിരുന്നു. നിനക്ക് കുഴപ്പമൊന്നുമില്ല? ഇല്ല. പ്രകാശ് എന്റെ അടുത്ത് തന്നെ ഉണ്ടാവണേ. സാർ, ഏ? സാറിനോട് അന്വേഷിക്കുന്നു. ഉയ്യോ. ഹലോ, എങ്ങനെയുണ്ട്? സിസ്റ്റർ, ആ കേസ് ഷീറ്റ് റൂമിലേക്ക് കൊടുത്തായി. സുമി, അതിനിടയ്ക്ക് എവിടെ പോയത്? അത് എന്റെ ഒരു ഫ്രണ്ടിന് സീരിയസ് ആയിട്ടൊരു ആക്സിഡന്റ്, താഴെ അഡ്മിറ്റ് ചെയ്തു. പ്രകാശ്, എനിക്ക് വല്ലാതെ പെയിൻ തോന്നുന്നു. ഡോൺ വറി കൂട്ടാ, ഞാനില്ലേ കൂടെ. വർക്കി, മിസ്സസ് പ്രകാശിന് ഇഞ്ചക്ഷൻ കൊടുത്തേ. കൂട്ടാ, ഞാൻ പോയിട്ട് ഇപ്പൊ വരാം. എവിടേക്കാ വീണ്ടും? ഫ്രണ്ടിനെ സീരിയസ് ആയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. ഞാനിപ്പോ വരാം. വേഗം വരണേ. ആ. അതിനെനിക്ക് സിസേറിയൻ ആണെന്ന് ആര് പറഞ്ഞു? നിങ്ങളല്ലേ മിസ്സസ് പ്രകാശ്? അതെ, ഐ എം കൃഷ്ണ. അതൊന്നും എനിക്കറിയില്ല. ഇവിടെ മിസ്സസ് പ്രകാശിനെ എഴുതി വെച്ചിരിക്കുന്നത്. സിസ്റ്റർ ആണോ നോക്കിക്കണേ ഒത്ത്? നിങ്ങൾ ഒന്നുകൂടി ചെക്ക് ചെയ്യണം പ്ലീസ്. ചെക്കൊക്കെ കഴിഞ്ഞിട്ടാ വരുന്നേ. കൃഷ്ണ, താനെന്തോ ഇവിടെ? ഇവർക്ക് സിസേറിയൻ ഓപ്പറേഷൻ നടത്തണ്ട സാറേ. ഇഞ്ചക്ഷൻ എടുക്കാൻ സമ്മതിക്കുന്നില്ലാന്ന്. സിസ്റ്ററിന് ഓപ്പറേഷൻ? ആ. ആർക്ക്? ഇവർക്കോ? ആ, താനൊരു സ്ത്രീയെ മര്യാദയ്ക്ക് പ്രസവിക്കാൻ സമ്മതിക്കില്ലല്ലേ? താനെ ചാർട്ട് ഒന്ന് ചെക്ക് ചെയ്തേ. ഡോക്ടർ മേനോന്റെ പേഷ്യന്റ് അല്ലേ അത്? അതെ, ഡോക്ടർ മേനോന്റെ പേഷ്യന്റ് തന്നെയാണത്. പക്ഷെ ഡോക്ടർ മിസ്സസ് മേനോന്റെ പേഷ്യന്റ് ആണ്. അപ്പളേ ഒഴിവാക്ക്, സ്ഥലം ഒഴിവാക്ക്. ആ, പോ. എന്താണ് വർക്ക് ചെയ്ത് തനിക്ക് ഇവിടെ കാര്യം? ഒന്നുമില്ല ഡോക്ടർ, ഞാൻ അറിയൂ. ഓക്കെ ഓക്കെ ഡോക്ടർ. ഇവിടെ മിസ്സിസ് മേനോന്റെ മിസ്സിസ് പ്രകാശ്, അവിടെ മിസ്റ്റർ മേനോന്റെ മിസ്റ്റർ പ്രകാശ്. അതും മിസ്സിസ് പ്രകാശ് ആണല്ലേ. ആകപ്പാടെ കോംപ്ലിക്കേഷൻസ് ആണ്. എടോ, അത് 301 വേഗം കൊണ്ടു കൊടുക്ക. 301 കൊണ്ടുപോ. പോ. വേഗം പോ. ആ നിക്ക് സിസ്റ്ററെ, നമുക്ക് മേനോൻ ഡോക്ടറോട് ഒന്നുകൂടി പോയി ചോദിച്ചിട്ട് വരാം. പിന്നെ ഇത്തിരി കോംപ്ലിക്കേഷൻസ് അല്ലേ വേണം. നമുക്ക് ഡോക്ടറെ വിളിച്ചോണ്ട് വരാം. വാ പോവാ. എന്താ ഇത്ര ലേറ്റ് ആയേ? ഞാൻ ആ ഫ്രണ്ടിന്റെ അച്ഛനുമായിട്ട് സംസാരിച്ചിരിക്കുന്നു. പാവം. സിസേറിയൻ എന്ന് പറയുമ്പോഴാ എനിക്കൊരു പേടി. പേടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കും. എനിക്കിത് കണ്ടിട്ട് സഹിക്കുന്നില്ല എന്റെ കുട്ടി. ഉള്ളതുപോലെ പറയും. അങ്ങനെ ഒരു കുഴപ്പം എനിക്കുണ്ട്. തന്നെത്താൻ വിചാരിച്ച പതുക്കെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തറിയാം? എനിക്കറിയാം. ഹസ്ബൻഡ് എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കതിൽ വിഷമൊന്നുമില്ലേ? ആദ്യം കേട്ടപ്പോ ഒരു വിഷമമൊക്കെ തോന്നി. ഓഹോ, അപ്പൊ നിങ്ങളാണ് ശരിക്കും വഷളാക്കുന്നതല്ലേ? സിസ്റ്റർ, 306 പേഷ്യന്റ് ഇഞ്ചക്ഷൻ കൊടുത്തിട്ടില്ല. അയ്യോ, ഞാനങ്ങ് മറന്നു. കൃഷ്ണ,
സിസ്റ്റർ, ഉം. ഈ റൂമിൽ കിടന്ന പേഷ്യന്റ് അവരെ 302 മാറ്റി. 301 സുമിത്ര കിടക്കുന്നത്. കൃഷ്ണ, നല്ല ആളാ. ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ അവിടെ എങ്ങും കണ്ടില്ല. ഞാൻ ഡോക്ടറുമായിട്ട് ഏയ്, ഞാൻ ഡോക്ടറുമായിട്ട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യായിരുന്നേ. ആരാ അത്? ഏതോ പേഷ്യന്റാ. എന്തിനു പ്രകാശിനെ വിളിക്കുന്നത്? എന്നെയല്ല, ചിലപ്പോ ആ സ്ത്രീയുടെ ഭർത്താവിന്റെ പേര് പ്രകാശ് ആണെങ്കിലോ. ഭർത്താവിന്റെ? ഭർത്താവിന്റെ അല്ല, അച്ഛന്റെ അമ്മയുടെ ചേട്ടന്റെ അളിയന്റെ അമ്മാവനൊക്കെ പേര് പ്രകാശ് ആയിക്കൂടെ. അത് ശരി. പാവം വല്ലാതെ കരയുന്നു. ഞാനൊന്ന് പോയി നോക്കിട്ട് വരട്ടെ. ആ പ്രകാശനെ കാണാത്തോണ്ടല്ലേ ഒരു പ്രകാശം വിളിക്കുന്നത്. ആ പ്രകാശിനകത്ത് ഈ പ്രകാശ് പോയി നോക്കട്ടെ. കൃഷ്ണ കണ്ണട ചോർക്കുന്നതിന് ഈ പ്രകാശോട് പറന്നെത്തും. ഓക്കെ, എന്താ സുമി വിളിച്ചത്? പ്രകാശ് എവിടെ പോയിരുന്നു? റിലാക്സ് റിലാക്സ്. ഓക്കെ, തിയേറ്റർ വേഗം റെഡിയാക്കൂ. സിസ്റ്റർ, ഇവരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റും. ഡോക്ടർ, ഡോണ്ട് വറി. കൂട്ടാ, പേടിക്കില്ല. പ്രകാശ്, സുമി, എനിക്ക് പേടിയാവുന്നു. അപ്പുറത്ത് കിടക്കുന്ന സ്ത്രീയുടെ പേരും മിസ്സസ് പ്രകാശ് എന്നാണോ? അതെ, അതും ഡെലിവറി കേസാ. ഇത് ഭയങ്കര കോയിൻസിഡൻസ് ആണല്ലോ. രണ്ട് മിസ്സസ് പ്രകാശ് അടുത്തടുത്ത മുറിയിൽ. അമ്മേ, സുമി, 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 ഒന്നുമില്ല സുമി, പേടിക്കണ്ട. ഒന്നുമില്ല, ഒന്നുമില്ല, എല്ലാം ശരിയോ? ഡോക്ടർ, സുമി, കൃഷ്ണ, കൃഷ്ണ, ഒന്നുമില്ല, പേടിക്കണ്ട. സിസ്റ്റർ, ഒരു ലേബർ റൂമിലേക്ക് മാറ്റിക്കുന്നു. ശരി ഡോക്ടർ. പേടിക്കണ്ട കൃഷ്ണ. ഒന്നുമില്ല, കൂടെ ഞാനുണ്ട്. സുമി, കൃഷ്ണ, ഞാനും കൂടെ. Just see my position. സുമി, സുമി, കൃഷ്ണ, please, സുമി, സുമി, ഞാൻ പറയുന്നത് കേൾക്കൂ. അയ്യോ സുമി, ഞാനൊന്നും തെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ പറയുന്നത് കേൾക്കൂ.